ഞാൻ ചോദിക്കാം എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം എന്നുള്ള എടുക്കാം എവിടെ വരെ പോകുന്നുള്ള നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ ഇയാൾ നമ്മൾ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? നമ്മളൊന്നും യൂറോപ്യൻ കൺട്രിയിലല്ല ജീവിക്കുന്നത്. സാധാരണ നാട്ടിൻ പുറത്തെ ആൾക്കാരാണ്. വീടിന്റെ മുന്നിലെ റോഡരികിൽ ഒരു വാഹനം കുറെ സമയമായി നിർത്തിയിട്ടിരിക്കുന്നു. വാഹനത്തിന്റെ ഡോറുകൾ അടഞ്ഞു കിടക്കുന്നു. അകത്താളമുണ്ട്. നാട്ടിൻ പുറത്തുള്ള ഏതൊരാൾക്കും ഒരു സംശയം വരും, എന്തായിരിക്കും അതിനകത്ത് എന്ന്. അങ്ങനെ ആ കുട്ടി അതുവഴി പോയപ്പോൾ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ മടിയിൽ ഒരു പയ്യൻ കിടക്കുന്നതായി കണ്ടു. ഒറ്റ നോട്ടത്തിൽ സ്വാഭാവികമായും ആരും തെറ്റിദ്ധരിക്കും. അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന് പകരം ആ പയ്യൻ വീഡിയോ എടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി എന്നുപോലും ഓർക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായി ചിത്രീകരിച്ചു. ഒന്ന് ഓർക്കുക, വാഹനത്തിനുള്ളിൽ രണ്ടുപേർ ഇരിക്കുമ്പോൾ ആളുകൾ സാധാരണ വന്ന് വീഡിയോ എടുക്കാറുണ്ട്. ഇതൊന്നും ആ കുട്ടി ചെയ്തില്ല. സംസാരമായപ്പോൾ വീടിനടുത്തുള്ള ഏതോ ഒരു വ്യക്തിയെ വിളിച്ചു, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങി വരുന്ന വഴിയിൽ തലകറക്കം വന്ന് വാഹനം ഒതുക്കി റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സമാധാനത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, സുഖമില്ലാതെ റെസ്റ്റ് എടുക്കുകയാണ് എന്ന് പറയാൻ തോന്നിയില്ല. ഇപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം?